ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മുടെ പുതിയ റോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മൾ ഇന്നലെ കളിച്ച റോബ്ലോക്സിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും പാടുള്ള സ്ഥലമാണ് ഗൈസ് ഇത്. അത് എനിക്ക് വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഗൈസ് വീഡിയോ ഫുള്ള് കാണുമെന്ന് പറയാൻ ആരും എൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ല ഗൈസ്. എൻ്റെ അനിയനാട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ അനിയനാട്ടോ ഗൈസ്. അപ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മക്കളെ ഗൈസ്. ഇവിടെ എല്ലാം ഞാൻ ചത്തുപോകും, അത് വേറെ കാര്യം. ഗൈസ് ഞാനൊരു കാര്യം പറയാലോ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ 8 മിനിറ്റോളമായിരുന്നു ഗൈസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 16 മിനിറ്റോളമാണ് ഗൈസ് ഈ ഒരു വീഡിയോ ഉള്ളത്. ഗൈസ് ഇനിയിപ്പോൾ ഞാനൊന്നും പറയാം, നിങ്ങൾ തന്നെ പോയി കണ്ടു. അല്ല ഗൈസ്, ഈ ഒരു ചാടുന്ന ആ സ്ഥലം മാത്രം ഞാൻ പറയാതിരിക്കുന്നുള്ളൂ കേട്ടോ ഗൈസ്. അങ്ങനെയൊക്കെ ഞാൻ വന്നിരിക്കുന്നു ഗൈസ്. ആ ഒരു സ്ഥലമെല്ലാം നിങ്ങൾ കണ്ടായിരുന്നു. ഞാൻ താഴെ പോകുന്നതും ചമ്മുന്നതും എല്ലാം നിങ്ങൾ കണ്ടായിരുന്നു ഗൈസ്. അത് നിങ്ങൾ കാര്യം കണ്ട. എന്നാന്ന് വെച്ചാൽ ഗൈസ്, ഞാനാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഗൈസ് അങ്ങനെ ഞാൻ ഇവിടെ തവള ചാടുന്ന പോലെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സ്പാനറില്ലേ ഗൈസ്, നമുക്ക് സ്പാനർ കിട്ടുമല്ലോ. സ്പാനർ കിട്ടുമ്പോൾ നമ്മൾ ഇത് അടിച്ച് പറിക്കണം, താഴെ ചാടണം. അങ്ങനെ നമ്മുടെ ഭാര്യയാണ് ഗൈസ് ഈ പുള്ളിക്കാരൻ. അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. അയ്യേ ഭാര്യനാ പൊന്നളിയാ. അങ്ങനെ ഗൈസ് നമ്മൾ ഭാര്യണ്ണൻ്റെ ചന്തി കണ്ട് നമ്മളുടെ ഇപ്പോൾ ബാത്റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ കുഴിച്ച് പോയി. പിന്നെ അവിടുന്ന് ചാടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും കേട്ടോ ഗൈസ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കണ്ടോന്ന് പറഞ്ഞ എൻ്റെ വീഡിയോ ഇനി ആര് കാണാനാ ഗൈസ്. യെസ്, ഇവിടെ ഞാൻ എത്തി. ലഡു ബോൾ. ജസ്റ്റ് മിസ്സിന് നമ്മൾ ചാവാതിരുന്നേ. ലഡു എന്തോ നേരത്തെ വന്നേ. ഗൈസ് എൻ്റെ വീഡിയോ വെറും 3 മിനിറ്റ് ആയതുള്ളൂ. ഇനി ഞാൻ 16 മിനിറ്റ് അല്ല 13 മിനിറ്റ് കൂടെ 12 മിനിറ്റ് കൂടെ ഞാനിന്ന് സംസാരിക്കേണ്ടി വരും. ഗൈസ് നമ്മുടെ വീഡിയോ വരാൻ വൈകുന്നതും കാര്യങ്ങളെന്നൊക്കെ വെച്ചാൽ ഗൈസ് വീഡിയോ റെക്കോർഡ് ചെയ്ത് കുറേ വീഡിയോ വെച്ചിട്ടുണ്ട്, പക്ഷെ ആ വീഡിയോ ഒന്നും കൊള്ളില്ലാണ്ടായി പോകും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ പിന്നെ ഞാൻ ചത്ത്. അങ്ങനെ ഗൈസ് നമ്മൾ അതും കടന്നു. നമുക്ക് ഈ എലവേറ്റർ കടന്ന് പോയാലാണ് ഗൈസ് നമ്മുടെ മെയിൻ സ്ഥലം, എനിക്ക് ഏറ്റവും പാടായിട്ടുള്ള സ്ഥലം. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ കാര്യം മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. കഫേറ്റേരിയ സെക്യൂരിറ്റി. നമുക്കതൊന്നും അറിയണ്ട. നമ്മളത് കുടിക്കുന്ന ഗൈസ് പോകുന്നു. പിന്നെ നേരത്തെ ഗൈസ് ഞാൻ ഗെയിം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ആക്കിയില്ലേ, അത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്
ഗൈസ് എൻ്റെ ബൂസ്റ്റിങ്ങിന് ഇന്നലെ കണ്ട പ്രശ്നമില്ലേ അതുപോലെ തന്നെ വീണ്ടും വന്നു. ഓ ഗൈസ് നമ്മൾ ചാടി 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 യോ ഗൈസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടൈമിൽ ഗൈസ് നമ്മുടെ ഈ ഒരു ഗെയിമിൽ ഫസ്റ്റ് ടൈം നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്. യോ ഗൈസ് മഴയുടെ ശബ്ദം കേട്ടോ മഴയുടെ ശബ്ദം ഗൈസ്. നമുക്ക് ഈ സ്റ്റോറേജ് റൂം അവിടെ ലിവർ ഉണ്ടല്ലോ ആ ലിവർ വലിക്കുമ്പോൾ ഓപ്പൺ ആവും ഗൈസ്. ഈ ഒരു സൗണ്ട് മഴയുടെ കേട്ടോ ഗൈസ്, അല്ലാണ്ട് വേറെ ഒന്നിൻ്റെ അല്ല. നിങ്ങൾ വേറെ ഒന്നും കരുതണ്ട. അവിടെ ഇട്ടാൽ മതി. ഡ്രോപ്പിലിടുമ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടപ്പോൾ എൻ്റെ അനിയൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഗൈസ്. സത്യം പറയാലോ ഗൈസ്, എന്നാ പറയാം, എന്നെക്കാൾ ഞാൻ ഇതിൻ്റെ മണ്ടകളൊക്കെ കയറുമ്പോൾ എന്നെക്കാൾ സന്തോഷം അവനായിരുന്നു ഗൈസ്. ഇത് ഇച്ചിരി പാടുപെടും, ഇച്ചിരി പാടുപെടുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ ചാനൽ ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ ഞാൻ പൂട്ടുന്നതായിരിക്കും ചാനൽ എന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ചാനലിൽ എന്ന് വ്യൂസ് കിട്ടുന്നു അത്രത്തോളം ഞാൻ മറ്റേ എന്താ പറയുക അങ്ങനെ ജസ്റ്റ് ഇവിടെ ചാടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാൻ ചാടിക്കഴിഞ്ഞ് കാണിക്കാം. അതിന് കുറച്ച് നേരം കഴിയുമ്പോഴേ ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ചാടിച്ചാവും, സ്വാഭാവികം. അപ്പോൾ നമുക്ക് ചാടിയിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ചാവും ഞാനിപ്പോൾ ചാവും. എനിക്കറിയാം. അപ്പോൾ ഗൈസ് നമ്മൾ ചാടിയിട്ട് വീട്ടിൽ പെടുന്നതായിരിക്കും. അങ്ങനെ ഗൈസ് നമ്മളിത് ഇവിടെ ചെന്നതിന് ക്ലോസ് ദ വാൽവ്സ് ഗൈസ്. ഈ ഒരു വാൽവ്സൊക്കെ പൂട്ടുമ്പോൾ എൻ്റെ അനിയൻ്റെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. എൻ്റെ പൊന്നേ മതി. കോയിൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാടിച്ചാവാം. നമുക്ക് അവിടെ നിന്ന് എത്തിയിട്ടും വലിയ കാര്യം ഒന്നുമില്ല. നമുക്ക് ആ വാൽവ് നമുക്കിത് പൂട്ടണം. ഇവിടെ കമ്പിയിലോട്ട് ചാടില്ല. സോ അതായത് നമ്മൾ ചാടിച്ചാവും. ആ ഒരു വാൽവിലോട്ട് ചാടാൻ ഒടുക്കത്തെ പാടാട്ടോ. ഇതിനകത്ത് പാട് മാറ്റാൻ വേറെ വഴിയുണ്ട്. നമുക്ക് ഈ കമ്പിക്കൂടെ ഒന്ന് ചാടാനും ഈസിയൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് കമ്പിക്കൂടെ തന്നെ തിരിച്ചു പോകാമെന്ന് വെച്ചാൽ ചത്തപോയി. ഇനി ഗൈസ് നമ്മൾ ആ കമ്പിയിലോട്ട് ചെന്ന് ചാടിയിട്ട് വേണം ഗൈസ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മളിവിടെ നമ്മുടെ വാൽവ് നമ്മൾ പൂട്ടണം ഗൈസ്. പൂട്ടിയിട്ട് നമ്മൾ ശരി കണ്ടു, നമ്മൾ ചാടി ചാവുന്നു. നമ്മൾ എന്നിട്ട് എന്താ പറയുക, ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പോകുന്നു. ചിലപ്പോഴേ ഗൈസ് ഞാൻ ഇതിൻ്റെ പാർട്ട് 2 കിട്ടത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഗൈസ് ഞാൻ ഈ ഒരു മൊബൈലിൽ എടുത്തിട്ട് വേറൊരു ഫോണിൽ എന്താ പറയുക ഗൈസ് വേറൊരു ഫോണിലോട്ട് സെൻഡ് ചെയ്തിട്ടായിക്കോട്ടെ ഗൈസ്. വാട്സാപ്പിലും കാര്യങ്ങളൊക്കെ 16 മിനിറ്റോ അങ്ങനെ 20 മിനിറ്റോ ഒന്നും പോകുന്നതല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഇത് മറ്റേ സ്ഥലം ഇത് മറ്റേ ഗൈസ് എനിക്ക് ഇത് കൂടെ സ്പീഡിൽ പോണ സ്ഥലത്തൊന്നും എനിക്ക് എന്താ പറയുക ഗൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ ചാടി ചത്തുപോയി. ഇവിടെ ചത്തുപോലെ എനിക്കറിയാലോ. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ജയിക്കുന്നത് ഗൈസ്. അപ്പം നമ്മൾ ഇവിടുന്ന് ചാടി ചാകേണ്ടതാണെന്ന് തോന്നുന്നു. ഇല്ല ചാവല്ലില്ല ചത്തു. സോ ബാഡ്. ഓക്കെ അപ്പം നമ്മൾ കട്ട് ചെയ്തായിരുന്നു, അത് വേറെ കാര്യം. ഞാൻ എഡിറ്റ് ചെയ്ത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല ഗൈസ്. മറ്റേ ലേസറിൻ്റെ അല്ലേ, ഞാൻ ലേസറിനാന്ന് വിചാരിച്ചോട്ടെ ഗൈസ്. ഇവിടെ മറ്റേ സാധനം മറ്റേ തുരങ്കത്തോടെ പോകുന്നു.
മറ്റേ പൊത്തിയിലൂടെ അല്ല മറ്റേ കുടിയിലൂടെ പോകുന്നതല്ലേ അതല്ലേ. നമ്മൾ കഫേറ്റേരിയയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ മറ്റേ തോക്ക് കിട്ടുന്ന ഇവിടെ അല്ലേ? അല്ല, തോക്ക് കിട്ടുന്ന ഇവിടെ അല്ല. അല്ല നമ്മുടെ പോലത്തെ വേറൊരുത്തൻ്റെ അവിടെ നിന്ന് വെടിവെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ ഓടിപ്പോകുന്നു തോക്കടിക്കാൻ വേണ്ടി. ഗൈസ് ഇവൻ എന്തൊക്കെ സാധനമൊക്കെ വലിച്ചെറിയും ഗൈസ്. ഗൈസ് കണ്ടോ, ഇതെന്നെ സാധനം അറിയത്തില്ല. അപ്പോൾ നമുക്ക് കാണത്തില്ല. പക്ഷേ ഇവൻ വെക്കുന്ന എത്തോളൂ. ഓക്കെ ഗൈസ്, പിന്നെ ഗണ്ണെടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ നേരെ എങ്ങോട്ടൊക്കെ പോകും. അതൊക്കെ വേറെ കാര്യം. എനിക്ക് 6 മിനിറ്റോടെ ഞാൻ ചലച്ചുകൊണ്ടിരിക്കണം. ഓ ഇവിടെ മറ്റേ ഉരുണ്ടുപോണ സ്ഥലം ഗൈസ്. ഇതൊക്കെ ഞാൻ മറ്റേ നമ്മുടെ സ്വന്തം ആരാ, അയ്യോ പുള്ളിക്കാരുടെ പേര് മറന്നുവല്ലോ, നൂബ് മാസ്റ്ററിൻ്റെ വീഡിയോ കണ്ടിട്ട് കേട്ടോ ഗൈസ്. താഴെ ചാടി എത്തിയിട്ടുണ്ട്. ഓ അവിടെ ഗോണിപ്പടി ഉണ്ടറാ, പോയി എടുക്കടാ. ഞാനത് ആദ്യം കണ്ടില്ലേ ഗോണിപ്പടിയുടെ കാര്യം. ഈ ഒരു ടൈമിൽ നോക്കിയാൽ അറിയാം നമ്മൾ 16 മിനിറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട്. ആ ലേസറിൻ്റെ സാധനം തട്ടല് തട്ടിയില്ല. ഫസ്റ്റത്തേൽ തട്ടിയില്ല, സെക്കൻഡേൽ തട്ടുമായിരിക്കും. തട്ടും ഇല്ല അല്ലേ? തട്ടൂല. ഈ മൂലക്കോട്ട് മാറി ഇപ്പോൾ തട്ടും. ഇല്ല, തട്ടിയില്ല. തട്ടേണ്ടതാണല്ലോ. അവിടെയും തട്ടിയില്ല. അല്ല, ശരിക്കും തട്ടേണ്ടതാണല്ലോ. ഇവിടെ മറ്റേ കമ്പിപ്പാറ പോലത്തെ അല്ല, കമ്പി പോലത്തെ സാധനമില്ല ഗീസ്. അതെടുത്തോണ്ട് നമ്മൾ അവൻ എന്നെ ചാട്ട ചാടിയേ എടുത്തോണ്ട് പോയിട്ട് നമുക്ക് അവിടെ ഇടുന്ന അതല്ലേ ഗീസ്. ഇത് പിന്നെ കുറച്ച് ഞാൻ അങ്ങോട്ട് ചാവും, അത് വേറെ കാര്യം. നിങ്ങൾ തന്നെ കണ്ടിരുന്നു. പോയി സ്വാഭാവികം ഗൈസ്. എനിക്ക് ഒത്തിരി നേരം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ചാടിച്ചത്ത് എന്തൊരവസ്ഥയാണോ എന്തോ. നമ്മളിവിടെ നിന്നെടുക്കും, അതും ചാവും സ്വാഭാവികം. അവിടെ കൊണ്ടിടും, അപ്പുറത്തോട്ട് ഇടുമ്പോൾ അത് ചാടിപ്പോവും. അതുകൊണ്ട് നമ്മൾ വീണ്ടും ചാടിച്ചാവും. ഇതെന്നടാ ഇത് കയറി വരാതെ. വന്നോ സൂപ്പർ. ചാടിച്ചാവും സൂപ്പർ, സ്വാഭാവികം. സൂപ്പറാന്ന് ഞാൻ പറഞ്ഞു. മറ്റേ സ്വാഭാവികം എന്ന് പറയാൻ വന്ന നമ്മളാക്കി. നമ്മൾ അത് ചാടിയിട്ടും നമ്മൾ വീണ്ടും ഒരെണ്ണോടെ പോയിട്ടു. എന്നാ പൊട്ടണല്ലേ ഞാൻ. നമുക്ക് 2 എണ്ണം അവിടെ നിന്ന് തന്നെ എടുക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഇതും വന്നു. ഞാനിങ്ങനെ തോക്കെടുത്തേ പണ്ടാരടങ്ങനെ കേട്ടോ. അതും തഴപ്പ്. ഇനി ഒന്നുകൂടെ ചാടി ചാവണം ഞാൻ. ഇല്ല വേണ്ട, ഇവിടെ ചാടി ഗൈസ്. ഗൈസ് നമ്മുടെ ബോസ് ഫൈറ്റ് എത്താറായെന്ന് തോന്നുന്നു. നമ്മുടെ ബോസ് ഫൈറ്റ്. നമുക്കിത് ബാരീസ് മെക്ക് റോബോട്ട് അതല്ലേ? ഗൈസ് നമുക്ക് ബാരിയുടെ മെക്ക് റോബോട്ടിനെ അടിച്ചിടണം ഗൈസ്. പുള്ളിക്കാരൻ്റെ 2 കൈയുടെ മണ്ടയിലും കണ്ടോ ഗൈസ് ഒരു സാധനം. അത് പുള്ളിക്കാരൻ്റെ കൈയുടെ ആ ഒരു സാധനം തന്നെ കേട്ടോ. നമ്മൾ 2 കൈ അടിച്ചിടുവാണെങ്കിൽ പുള്ളിക്കാരൻ വെക്കുന്ന ചത്തോളൂ. നമ്മൾ കൈക്കെട്ട് ഗൈസ് കൂടുതൽ കൊടുക്കുക ഗൈസ്. വെടി വെക്കുന്ന കൈക്കെട്ടില്ലേ, നമ്മൾ അതിൻ്റെ കൂടുതൽ കൊടുക്കുവാണെങ്കിൽ അത് അക്കം ചത്തോളൂ. ഒരു കൈ ഞാൻ പൊട്ടിച്ചത്തേക്കും പുള്ളിക്കാരൻ്റെ പകുതി ഫുള്ളായിട്ട് പോയില്ല. പിന്നെ ഈ ഒരു പൊട്ടിച്ചിട്ടില്ല, അത്ര ആക്കിയത്തേക്കും കേട്ടോ ഗൈസ്. പൊട്ടിക്കാറായത്തേക്കും എൻ്റെ കൈ മുകളിൽ കണ്ട ഗൈസ് മഞ്ഞ തെളിഞ്ഞ്. ഇപ്പം ചവും. ഗൈസ് നമ്മുടെ ബാരി ചത്തിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ നടന്നു ഗൈസ്. അത് നിങ്ങൾ കണ്ടു കാണണം. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണ്ടേ, അവിടെയാണ് പ്രശ്നം. വണ്ടി എടുക്കും, പ്രശ്നം ഇവിടെ അല്ല, ഹെലികോപ്റ്ററിന് അവിടെ എത്തും ഗൈസ്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോകുന്നു.
നമ്മൾ ഇവിടെ എത്തി. ഇവിടെ നമ്മൾ കുറേ ചില്ലറ പൈസ എടുത്തു. നമ്മൾ അടുത്ത സാധനങ്ങൾ നമ്മൾ ഓണാക്കി. പിന്നെ ഗൈസ് അപ്പുറം നമുക്കൊരു ടാങ്കോ അത് കൂട്ട് സാധനം എടുക്കേണ്ട ഗൈസ്. അപ്പോൾ ഗൈസ് ഈ സാധനം എടുത്തുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ടുപോയിടണം ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് വോയിസ് നിർത്തുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഗൈസ് എൻ്റെ വീട്ടിൽ നിന്നല്ല അവിടെ നിന്ന് വിളി വന്നുണ്ട് ഗൈസ്. മോളിൽ നിന്നല്ല ഗൈസ്. ഇത് കണ്ടോ ഈ സൗണ്ട് കേട്ടോ, ടക്ക് ടക്ക്, അത് എന്നെ വിളിക്കുന്നതാണ് ഗൈസ്. ഇതിൻ്റെ മണ്ടയിലോട്ട് കയറി പോകുമ്പോഴാണ് പ്രശ്നം. എന്താണെന്ന് കണ്ടോണേ, കയറി യെസ് അവിടെ ചാടി ചാടി പോവും. ഇങ്ങനെ ചാടി ചാടി ഞാൻ പോവും ഗൈസ്. ഈ താഴെ നോക്കിയാൽ കാണാം ഗൈസ് 21 മിനിറ്റാണ് നമ്മുടെ സമയം. 21 മിനിറ്റ് എടുത്തു ഗൈസ് ഞാനിത് കളിച്ച് തീർക്കാൻ. ചാടി 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 ചാടിയിട്ടും കയറുന്നില്ലേ. പിന്നെ ചാടി ചാടി പോ അതെ വീണ്ടും പോയി. പിന്നെ ഗൈസ് കണ്ടു ഹെലികോപ്റ്ററിൻ്റെ എത്താറായി ഗൈസ്. അവിടെ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എടുക്കാത്തത്. ഞാൻ മറന്നു ഗൈസ്. ഞാൻ വിചാരിച്ചോണ്ടിരുന്നു അതിന് വട്ടം എടുക്കണം മറ്റേ സംഭവമില്ല, അതാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ പോകുന്നു, ഇവിടെ പറയുന്നു നമ്മുടെ പ്രസിഡന്റിനോട് നമ്മൾ പറയുന്നു. യോ ഗൈസ് നമ്മളങ്ങനെ ഗെയിം അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.